ഓം നമ ശിവായ. അപ്പോ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ശരിക്കും വളരെ ആശയക്കുഴപ്പമുണ്ടാകുന്ന പദം കൂടിയാണ് ധർമ്മം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതം ശരിക്കും പഠിക്കുമ്പോൾ ധർമ്മപുത്രരായ ഈ ദുഷ്ടൻ ചെയ്തതെല്ലാം ധർമ്മമായിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് വരും. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം ചെയ്തത് എല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പൊ അത് പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഓരോ യുഗങ്ങളിലും അതിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ ഏതാണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പറയുന്നത് ധർമ്മത്തെ രക്ഷിക്കുന്നത് അത് ധർമ്മം രക്ഷിക്കുന്നെന്നും പറയുന്നില്ല. അപ്പൊ ശരിക്കും ധർമ്മം എന്ന് പറയുന്നത് കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് മാറി വരേണ്ട ഒന്നാണ്. അതായത് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ ധർമ്മീയം ഉണ്ടാകുന്നു. അത് പൊതുവായിട്ട് ധർമ്മം എന്ന് പറയുന്ന ഒരു ഒന്നുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് അയവത്ത് യുഗധർമ്മവും എന്ന് പറഞ്ഞാൽ യുഗങ്ങൾ മാറുന്നതനുസരിച്ച് ആ യുഗത്തിലെ ധർമ്മവും മാറും. ധർമ്മം പറഞ്ഞാല് ആ നമ്മളെ നിലനിർത്തുന്നതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ധർമ്മമാണ്. അതായത് അപ്പോ അതില് കാലത്തിന് അനുഗുണമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോ പഴയ ഒരു സമ്പ്രദായം നമ്മൾ നിലനിർത്തണം എന്ന് ശാഠ്യം പിടിക്കുന്ന ചില കാര്യങ്ങൾ. ഇപ്പോ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ഇല്ലാതെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം, അങ്ങനെയൊക്കെ സംവാദങ്ങളും വിവാദങ്ങളൊക്കെ നടക്കുന്ന. ഞാൻ പറയുന്നത് ഒരു കാലത്തിന് അനുഗുണമായിട്ട് ആചാര്യന്മാരെല്ലാവരും ചേർന്ന് നിശ്ചയിക്കുന്ന ഒരു പരിഷ്കാരം നമുക്കിതിൽ വരുത്താൻ സാധിക്കും. കാരണം ഇപ്പൊ മനുസ്മൃതിയില് പറയുന്ന ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ആ മനുസ്മൃതിയിൽ പറയുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പദ്ധതികളും നമുക്ക് ഇന്ന് പ്രായോഗികമല്ല. അതുകൊണ്ട് മനുസ്മൃതി മുഴുവൻ അബദ്ധമാണെന്ന് പറഞ്ഞ് മനുസ്മൃതി കത്തിക്കാൻ പോകുന്നത് പിന്നീടാ. ഉപാധേയമായിട്ടുള്ളതിനെ സ്വീകരിക്കുക, ഹേയമായിട്ടുള്ളതിനെ ത്യാജ്യമായിട്ടുള്ളതിനെ ത്യജിക്കുക. അതിന് അധികാരം ആർക്കുണ്ട്? ആചാര്യന്മാർക്ക്. നമ്മുടെ ആചാര്യപരമായ ഇവിടെ ഒരു സർക്കാരും ഒരു ഭരണാധികാരിയുമല്ല ആചാരാനുഷ്ഠാനങ്ങളെ സ്വീകരിക്കാതോ. അതുകൊണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിഷേധിക്കാനോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ലംഘിക്കാനോ ഒരു ഭരണാധികാരിക്കും പറയാനുള്ള അധികാരം ഇല്ല. അത് നിശ്ചയിക്കാനുള്ള അധികാരം ഇവിടുത്തെ ജ്ഞാന പരമ്പരയ്ക്കാണ്. കാരണം ഇത് ആർഷഭാരതമാണ്, ഋഷീശ്വരന്മാരാണ്. ഋഷീശ്വരന്മാരാണ് നിശ്ചയിക്കേണ്ടത്. അവരുണ്ട് ഇവിടെ. കാരണം ഇന്നിപ്പോ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെക്കാള് കാണാത്ത എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാവി ഉടുത്ത സന്യാസിമാർ മാത്രമല്ല, കാവി ഉടുക്കാത്ത എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. കൗബീനം മാത്രം ധരിച്ചിട്ട് ഗുഹകളിൽ ഹിമാലയങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഋഷി പരമ്പരയുണ്ട് നമുക്ക്. അതെ, കഴിഞ്ഞ വർഷം നമ്മള് മഹാകുംഭമേളക്ക് പോയിരുന്നു. ആ മഹാകുംഭമേളക്ക് വന്നു ചേർന്ന ഋഷീശ്വരന്മാരുടെ അല്ലെങ്കിൽ മഹർഷിമാരുടെ സംഖ്യ എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ പറഞ്ഞത് 2 ലക്ഷം ആശ്രമങ്ങള് ഈ കുംഭമേള നഗരിയിലുണ്ട്. 200 2000 അല്ല, 20,000 അല്ല, 2 ലക്ഷം ആശ്രമങ്ങള് മഹാകുംഭമേള നഗരിയിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ശക്തമാണെന്ന് അതുപോലെ കിടക്കുകയാണ്. വഴി തന്നെ നമ്മൾ രണ്ടുപേരും കൂടി നടന്നു പോയ ദൂരം തന്നെ 10 വരാറില്ല. അപ്പോ ആലോചിച്ചു. അപ്പോ വലിയൊരു ഋഷി സമ്പത്ത്. ആ ഋഷീശ്വരന്മാർക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമ്മുടെ ആചാരാനുഷ്ഠാനം. പക്ഷേ ആ ആചാരാനുഷ്ഠാനങ്ങളാണ് നമ്മളെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മോ രക്ഷതി രക്ഷിതാന്ന് പറയുന്നത്. കാരണം ആചാരപ്രഭവോ ധർമ്മ, ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരപ്രഭവോ ധർമ്മ. ഈ ധർമ്മത്തെ ധർമ്മമാക്കി നിലനിർത്തുന്നത് ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്.
ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ കാലാനുഗുണമായ മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ആ മാറ്റങ്ങള് സമൂഹം അംഗീകരിക്കുകയും ചെയ്യും. അത് വേണ്ട രീതിയിൽ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും അത് എല്ലാവരും അംഗീകരിക്കും. ഇങ്ങനെയുള്ള ഒഴിവുകൾ പഴയ ആളുകളിലൊന്നും തപസ് ചെയ്യുമ്പോഴത്തേക്ക് 1000 വർഷം അതൊക്കെ നാമത്തിൽ മാത്രം ആചാരഗുണമായ മാറ്റം അവര് തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് അതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ അവര് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ചെറിയ ചില മാറ്റങ്ങളൊക്കെ ആവാം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ആര് നിശ്ചയിക്കണം? അത് രാഷ്ട്രീയക്കാരെ നിശ്ചയിച്ചാൽ പോരാ, ആചാര്യ പരമ്പരകൾ ഒബ്സർവേഷൻ ഉണ്ടല്ലോ. ആ വിശ്വാസികൾ തന്നെയാണ് പ്രധാനം. വിശ്വാസികൾ തന്നെ ഭരണാധികാരികളല്ല, വിശ്വാസികൾ തന്നെയാണ് സംശയം. ഈ കാലങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ ചെറുത സമ്പ്രദായം പറഞ്ഞിട്ട് പിന്നെ മാലകളിലേക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒടുവിൽ ബന്ധത്തരങ്ങളിലേക്ക് ക്ഷേത്രത്തിലേക്കൊക്കെ പോയിട്ട് പിന്നെ ബ്രഹ്മാവിന്റെ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് അത്രയും കഴിഞ്ഞിട്ട് ചിന്ത വീണ്ടും പറയാം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും. പ്രളയം തന്നെ 4 നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, പ്രാരംഭിക പ്രളയം, ആത്യന്തിക. ഇത് ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തില് 4ാമത്തെ അധ്യായത്തില് ഈ പ്രളയങ്ങളെ കുറിച്ച് വിസ്തരിച്ചതായി. ഇപ്പൊ തന്നെ നമ്മളിപ്പോ 10ാം പതിപ്പിടിക്കുമ്പോൾ തന്നെ താങ്കളുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് ജീവകോശങ്ങൾ വരും. എന്റെ ശരീരത്തിലെ ജീവകോശങ്ങൾ വരും. പലതും നശിച്ചുകൊണ്ടിരിക്കുക നമ്മൾ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് എത്തിപ്പേര് മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുകയല്ല, നീ അഹങ്കരിക്കണ്ട, നീ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പണ്ടേ മർത്യനെന്ന് പേര് തന്നത്. അപ്പോ ആ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിത്യപ്രളയം. പിന്നെ ഈ കാലത്തിനനുസരിച്ച് നമ്മെ ഓരോ പിന്നെ യുഗം ഒക്കെ അതൊക്കെ കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് ദൈവികം. പിന്നെ ബ്രഹ്മാവിന്റെ അവസാനം ഓരോ ബ്രഹ്മാവിനും ആയുഷ്കാലം. ആ ആയുഷ്കാലം അവസാനിക്കുന്നതാണ് ആത്യന്തിക പ്രളയം. ഇങ്ങനെ നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, പ്രാകൃതിക പ്രളയം, ആത്യന്തിക പ്രളയം എന്നിങ്ങനെ അതുകൊണ്ട് ആരും ശാശ്വതരല്ല. അതെ, ഒന്നും ശാശ്വതമല്ല. പ്രളയം എന്നും പറയാറുണ്ട്. പ്രളയം തന്നെയാണ്. പ്രളയം പ്രകർഷേണ ലീയതേ അസ്മിൻ ഇതി പ്രലയ. അത് പറഞ്ഞിട്ടാണ് ലളയോരഭേദ എന്ന് നമുക്ക് പ്രമാണമുണ്ട് സംസ്കൃതത്തിൽ. അതുകൊണ്ടാണ് പ്രളയം എന്ന് പറയുന്നത്. ശരിക്കും പ്രളയം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ കാളിമാതാവിനെ നമ്മൾ കാലമായിട്ട് ബന്ധപ്പെട്ടതും കാലവർണ്ണമായിട്ട് ബന്ധപ്പെട്ട കാലം. അതെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇപ്പോഴിങ്ങനെ കേട്ടു, ഈ ഇപ്പൊ ഇരിക്കുന്ന ബ്രഹ്മാവിന്റെ കാലം കഴിയുമ്പോഴേ അടുത്തത് ഹനുമാൻ സ്വാമിയാണ് അടുത്ത ബ്രഹ്മാവായി പോകുന്നത് ഇങ്ങനെ കേട്ടു. അത് അല്ല, അതിനൊന്നും എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അതിന് പ്രമാണ ശ്ലോകങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ ഹനുമാൻ ഭക്തന്മാര് ഹനുമാനെ കുറിച്ച് പറയും, ഹനുമാനാണ് എല്ലാം എന്ന് പറയും. മുരുകൻ ഭക്തന്മാര് ഇപ്പൊ ഒരു മുരുക എന്തോ ഒരു സംഘം വന്നിട്ടുണ്ട്. അവർക്കെല്ലാം മുരുകനാണ്. അതല്ലേ, അത് സ്വാഭാവികമാണ്. അതിലൊന്നും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. പണ്ടുണ്ടായിരുന്നു ഈ രീതിയിലൊക്കെ ചില വാദങ്ങൾ. ഇപ്പോ ഈ പുരാണങ്ങൾ തന്നെ ഉണ്ടല്ലോ. പുരാണങ്ങളിൽ പിന്നെ ശിവപുരാണത്തില് ശിവനാണില്ല. അതെ. ദേവി ഭാഗവതമുണ്ട്. ദേവി ഭാഗവതത്തില് ഈ പിന്നെ ശിവനെയും പിന്നെ ത്രിമൂർത്തികള്, ഈ ത്രിമൂർത്തികളുടെയും മേലെയാണ് ദേവി. അതെ. അപ്പോ ശക്തിയില്ലാതെ ശിവന് ഒന്ന് സ്പന്ദിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് ശങ്കരാചാര്യ സ്വാമികള് പിന്നെ സൗന്ദര്യലഹരിയിൽ പറയാം. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി ന കുശല. ഒന്ന് സ്പന്ദിക്കാൻ പോലും മഹാദേവന് പറ്റില്ല. ആരില്ലെങ്കില്, ദേവിയില്ലെങ്കില്.
അപ്പൊ ഈ ത്രിമൂർത്തികളെയും മുകളിലാണ് ദേവി എന്ന് ദേവി ഭാഗവതത്തിൽ പറയും, വിസ്തരിച്ച് പറയും. വിഷ്ണു പുരാണത്തിൽ വിഷ്ണുവാണല്ല. ഭാഗവത പുരാണം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഭാഗവത പുരാണത്തില് ഇവരെല്ലാവരെയും മുകളിലാണ് മഹാവിഷ്ണു. നേരത്തെ പറയുന്നത് തന്നെ വ്യാസനോട്, അങ്ങ് ഈ മഹാഭാരതമൊക്കെ എഴുതി മറ്റു പുരാണങ്ങളൊക്കെ എഴുതി ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ മഹിമ വേണ്ടതുപോലെ വർണ്ണിച്ചില്ല. വാസുദേവന്റെ മഹിമ ജഗവർണ്ണിതാണ്. വാസുദേവന്റെ മഹിമ വേണ്ടതുപോലെ വർണ്ണിച്ചില്ല. അതുകൊണ്ട് അത് കൂടുതലായിട്ട് വർണ്ണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗവതം രചിക്കുന്നത്. ഭാഗവത രചനയുടെ സന്ദർഭമാണ് നാരദർ പറഞ്ഞിട്ട് വ്യാസൻ രചിക്കുന്നു. അപ്പൊ ഈ വലിയ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വൈഷ്ണവ ശൈവസ് ഉണ്ട്, അതുപോലെ ഈ ശിവലിംഗത്തിന്റെ തുടക്കം ഒടുക്കി കണ്ടെത്താനായിട്ട് മുപ്പത്താറ് തത്വങ്ങൾ എന്ന് പറയുന്നൊരു പറയുന്നത്. അപ്പൊ ഈ ഒമ്മ മുതൽ ഏറ്റവും ഒടുവിൽ സദാശിവം എന്ന് പറയുന്ന അതിലെ പങ്കുവയ്ക്കുന്ന നമ്മൾ ശിവഭാവത്തിരിക്കും. അപ്പൊ ഈ മൂർത്തികളെ ഇങ്ങനെ വന്ന മായയുടെ 5 അർജുനും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ദേവിയുടെ മുകളിലായിട്ട് സദാശിവം വയ്ക്കുന്ന ഒരു ഇത് പറയുന്നത്. ഇപ്പം അതിന്റെ എല്ലാത്തിന്റെ ആധികാരികമായ ഭാവം ശിവഭാവം തന്നെയാണ്. അത് ശൈവമായ ചിന്തയാണ്. അതെ അതെ, താങ്കളിപ്പോ പറഞ്ഞ ചിന്തയാണല്ലോ, അത് ശൈവമായിട്ടുള്ള ചിന്തയാണ്. അത് ആത്യന്തികമായിട്ടുള്ള ചിന്തയല്ല. മനസ്സിലായി? തത്വങ്ങളെ കുറിച്ച് പറയുമ്പോ തന്നെ തത്വങ്ങളെ കുറിച്ച് പറയുമ്പോ ഉദ്ധവര് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, കതി തത്വാനി, എത്ര തത്വങ്ങളുണ്ട് ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കാരണം തത്വങ്ങള് എത്രയാണെന്നുള്ള കാര്യത്തില് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എത്ര തത്വങ്ങളുണ്ട്? 25. ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 തത്വജ്ഞ. കാബിലത്തിൽ പറയും, ഭഗവാന്റെ കപില സിദ്ധാന്തത്തിൽ പറയും, സാഖ്യത്തിൽ പറയും 25 തത്വജ്ഞ എത്ര പുത്രാശ്രമേവസേ ജഡീമുണ്ടീ ശിഖീവാപി മുച്യതേ നാത്ര സംശയ. 25 തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ അറിഞ്ഞു. ആ 25 തത്വമാണ് നമ്മളിപ്പോ ക്ഷേത്രത്തില് തത്വകലശം പൂജിക്കാൻ വെക്കാം. തത്വകലശം പൂജിക്കുന്നിടത്ത് പോയി നോക്കിയാൽ മതി. 25 പിന്നെ പത്മിട്ടിട്ട് ആ 25 കലശം വെച്ചിട്ട് പൂജിക്കുന്നുണ്ടാവും. തത്വകലശം 25 തത്വമാണ് പൊതുവെ താന്ത്രികമായിട്ടൊക്കെ അംഗീകരിച്ച തത്വങ്ങൾ. തത്വം ഓരോരാളുടെ അഭിപ്രായമാണ്. ഈ ഓരോരാളുടെയും അഭിപ്രായമാണ് നമ്മൾ പറയുന്ന മതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു മതമല്ല എന്ന് പറയുന്നത്. ഹിന്ദു മതമല്ല, അത് സംസ്കാരമാണ്, ജീവിത ശൈലിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മതം എന്ന് പറയുന്ന അഭിപ്രായമാണ്. അതാണ് ദ്വൈതം, അദ്വൈതം, ശുദ്ധാദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ഉണ്ട്. ഇതൊക്കെ മതങ്ങളാണ്. കാരണം ഓരോ വ്യക്തിയുടെ അഭിപ്രായമാണ്. ആ വ്യക്തിയുടെ അഭിപ്രായം ഒരു മതമായിട്ട് വന്നതാണ്. അതെ, സമ്പ്രദായം വേറെയാ. ഇപ്പൊ താങ്കൾ പറഞ്ഞ സമ്പ്രദായം വേറെ. ശാക്തേയം, വൈഷ്ണവം, ശൈവം, ഗാണപത്യം എന്നൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളാണ്. കൗളമതം, ഇതൊക്കെ സമ്പ്രദായം. അപ്പൊ സമ്പ്രദായങ്ങളുണ്ട്. പക്ഷെ ഈ വിവിധ സമ്പ്രദായങ്ങളും വിവിധ മതങ്ങളും എല്ലാം നമുക്ക് സ്വീകാര്യമാണ്. അതാണല്ലോ ഭാരതത്തിന്റെ പ്രത്യേകത. നമ്മള് വേദത്തെ നിഷേധിക്കുന്ന, ഈശ്വരനെ നിഷേധിക്കുന്ന ചാർവാകനെ പോലും നമ്മള് അംഗീകരിച്ച് ദർശന പദത്തിൽ വെച്ചിരിക്കുക. ചാർവാക ദർശനം അത്ര സ്ഥാനാണ് നമുക്ക്. അപ്പോ നമ്മളെ എതിർക്കുന്നവന്റെ തല വെട്ടുക, കൈ വെട്ടുക, കാല് വെട്ടുക, ഇതൊന്നും നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്ന ആനോഭദ്രാഹ കൃതവോ എന്തു വിശ്വത. ഇങ്ങനെയാ, ആനോഭദ്രാഹ കൃതവോ എന്തു വിശ്വത. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉദാത്ത ചിന്തകളെല്ലാം വന്നോട്ടെ, നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്നവരാ. മനുഷ്യന്റെ മാത്രമല്ല, ഒരു എന്ന് പറയുന്ന ഒരു നായക്ക് പോലും കൊടുത്തിരിക്കുകയല്ലേ. അത്ര പ്രാധാന്യം. അതുകൊണ്ടാണ് നമുക്ക് സ്വസ്ത്യസ്തു വിശ്വസ്യ. ഇതാണ് നമ്മുടെ ഒരു ലോകത്തോടുള്ള നമുക്ക് ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പിന്നെ പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, സ്വസ്ത്യസ്തു വിശ്വസ്യ. ഈ ലോകത്തിന് നന്മയുണ്ടാകണം. അതല്ലേ? അപ്പോൾ ഈ ലോകത്തിന് നന്മയുണ്ടാകണമെന്ന ആ ഒരു പ്രാർത്ഥന ആണ് നമുക്ക്
ലോകത്തിന് കൊടുക്കാൻ എന്റെ ഒന്നും കൊടുക്കാൻ സ്വസ്ത്യസ്തു വിശ്വസ്യ കലഃ പ്രസീദതാം ധ്യായം തു ഭൂതാനി ശിവം മിഥോധിയ. പരസ്പരം എല്ലാവർക്കും നന്മകൾ മാത്രം ആഗ്രഹിക്കുക. ധ്യായം തു ഭൂതാനി ശിവം മിഥോധിയ. മനശ്ചഭദ്രം ഭജതാ തഥോക്ഷജേ. മനസ്സ് ഭദ്രമാവുക, നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം, പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. എല്ലാവർക്കും നമസ്കാരം. അതെ.